സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് എം.എ. ബേബി വരുമെന്ന് കേൾക്കുന്നു. മറ്റൊരു കേൾവി എന്ന് പറയുന്നത് വൃന്ദ കാരാട്ട് വരുമെന്നാണ്. പക്ഷെ ആദ്യം ഒരു കേട്ടിരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ധൗള അല്ലെങ്കിൽ മണിക് സർക്കാർ. ഇപ്പോൾ ഈ അണികൾക്കിടയിൽ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചയാണ് ഉയരുന്നത്. ആരായിരിക്കും ദേശീയ സെക്രട്ടറി? അല്ല, പല ഘടകങ്ങളും പരിശോധിച്ചാൽ എം.എ. ബേബി സി പി എമ്മിൻ്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിൻ്റെ ഏറ്റവും സജീവമായ ഘടകം എന്ന് പറയുന്നത് കേരള ഘടകം. കേരള ഘടകമാണ് ഇന്ന് ഇന്ത്യയിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള അടിത്തറയുള്ളതും സംഘടനാ സംവിധാനമുള്ളതും അതേപോലെ തന്നെ പണം ആവശ്യത്തിനുള്ളതുമായ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് കേരളം. ഇപ്പോൾ കേരളം പറയുന്നതിനനുസരിച്ചിട്ടാണ് സി പി എമ്മിൻ്റെ ദേശീയ നയങ്ങൾ പോലും തീരുമാനിക്കപ്പെടുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസുമായിട്ടുള്ള മുന്നണി എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കാനായിട്ട് അവർ തയ്യാറാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളം തന്നെയായിരുന്നു. ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി നിൽക്കാനായിട്ട് സി പി എം തയ്യാറായെങ്കിലും അതിൻ്റെ പല മീറ്റിങ്ങുകളിലും പല പ്രവർത്തനങ്ങളിലും അവരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല തങ്ങൾ, എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കേരള ഘടകം തന്നെയാണ്. കേരളത്തിൽ പാർട്ടിയുടെ മുഖ്യ ശത്രു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആയിട്ടുള്ള സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരതിനെ എതിർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ നയം നടപ്പിലാക്കാനായിട്ട് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി ഒരിക്കലും തയ്യാറായിരുന്നു. യെച്ചൂരിക്ക് വളരെ നല്ല ഒരു കാഴ്ചപ്പാട് ഈ വിഷയത്തിലുണ്ടായിരുന്നു. ബി ജെ പിക്കെതിരെ വിശാല മുന്നണി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി സഖ്യം എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുകയും അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തത്. മാത്രമല്ല എല്ലാ വിഭാഗങ്ങളുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ കേരള ഘടകത്തിൻ്റെ പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ നടപ്പിലാക്കപ്പെടാതെ പോയി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ജനറൽ സെക്രട്ടറി വരുമ്പോൾ കേരളം എന്താണ് ആലോചിക്കാൻ? കേരളത്തിൻ്റെ നയം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളതാണ്. അപ്പോൾ ഒരു വളരെ സീനിയറായ, ഡൽഹിയിൽ വളരെ കാലം പ്രവർത്തിച്ച, മാത്രമല്ല പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് മാറാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ബേബിക്ക് ഒരു വലിയ പരിഗണന കിട്ടും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ അതിൻ്റെ അകത്തുള്ളൊരു തടസ്സം, നേരത്തെ കേരളത്തിൽ നിലനിന്നിരുന്ന വിഭാഗീയതയുടെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ പിണറായി വിജയന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് എം.എ. ബേബി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറിക്കാണും എന്നാണ് ഞാൻ കരുതുന്നത്. പുതിയ ഘട്ടത്തിൽ പാർട്ടിക്കകത്തുള്ള ശത്രുക്കളും മിത്രങ്ങളും എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി ഒരു മുന്നണിയായിട്ട് മാറിത്തീരുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് കേരള ഘടകം ഒറ്റക്കെട്ടായി ബേബിക്ക് വേണ്ടി നിലകൊണ്ടാൽ ബേബി തന്നെയായിരിക്കും അടുത്ത സി പി എം ജനറൽ സെക്രട്ടറി. അതിന് ചരിത്രപരമായൊരു പ്രാധാന്യം കൂടി ഉണ്ടാവും. എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ശേഷം ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരാൾ വരുന്നു എന്ന പ്രത്യേകത കൂടി അതിനുണ്ടാകാം. ഇപ്പോൾ സത്യത്തിൽ ഈ എം.എ. ബേബി എന്ന് പറയുന്ന വ്യക്തിയെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുന്നതിനോട് എന്തായാലും പിണറായി വിജയന് താല്പര്യം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ്റെ അതിൻ്റെ എതിർപക്ഷത്താണ് എം.എ. ബേബി എന്നൊരു നിലപാടുണ്ട്. ഇവിടെ പ്രകാശ് കാരാട്ട് നേരത്തെ 2 ടൈം പൂർത്തിയാക്കി. ഇനി വൃന്ദ കാരാട്ടിനെ പ്രായപരിധിയുടെ പുറത്ത് എന്തായാലും ഈ പി ബിയിൽ നിന്ന് ഇത്തവണ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറ്റി നിർത്താൻ വേണ്ടി ഒരുപക്ഷെ വൃന്ദ കാരാട്ടിനെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിയേക്കാം. അപ്പോൾ വനിത സി പി എമ്മിൻ്റെ തലപ്പത്തേക്ക് വരുന്നു എന്നുള്ളൊരു ഇമേജ് സൃഷ്ടിക്കും. ഇപ്പം സാർ പറഞ്ഞതുപോലെ കേരള ഘടകം അന്തിമമായ ഒരു തീരുമാനമെടുത്താൽ വൃന്ദ കാരാട്ട് ഉറപ്പായിട്ടും ആകും. എം.എ. ബേബിയെ വെട്ടാൻ വേണ്ടി വേണേ വൃന്ദ കാരാട്ടിനെ കൊണ്ടുവന്നൂടെ? അതെ, നേരത്തെ സൂചിപ്പിച്ച വിഭാഗീയത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ എം.എ. ബേബിയെ വെട്ടൽ പിണറായി ഗ്രൂപ്പിൻ്റെ ഒരു വലിയ ആവശ്യമല്ലേ, പിണറായി വിജയൻ്റെ ആവശ്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് പകരം മുന്നോട്ട് ഉന്തി നീക്കാവുന്ന ഒരു കാലാൾ പടയാണ് യഥാർത്ഥത്തിൽ വൃന്ദ കാരാട്ട്. ഇപ്പോൾ വൃന്ദ കാരാട്ടും അതേപോലെ പ്രകാശ് കാരാട്ടും കൃത്യമായിട്ട് ഈ അവരുണ്ടാക്കിയിരിക്കുന്ന നിയമസംഹിത അല്ലെങ്കിൽ സംവിധാനം, അതായത് 75 കഴിഞ്ഞാൽ പുറത്ത് അത് നടപ്പാക്കാൻ തീരുമാനിക്കുകയാണെന്ന് വെച്ചാൽ വൃന്ദ കാരാട്ട് ജനറൽ സെക്രട്ടറി ആകുന്നതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തയുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. പക്ഷേ അതിനകത്ത് ആ കാര്യത്തിലും
ഒറ്റക്കെട്ടായ അഭിപ്രായം വന്നിട്ടില്ല. കാരണം പിണറായി വിജയൻ ആൾറെഡി ഇപ്പോൾ തന്നെ സൗജന്യം നൽകി അദ്ദേഹത്തെ PBയിൽ നിലനിർത്തിയിട്ടുണ്ട്. 75 കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ നിലനിർത്താൻ തീരുമാനിച്ചു. അതിന് കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് ശരിയുമാണ്. അതേപോലെ തന്നെയാണ് ഒരു സ്ത്രീ എന്ന പരിഗണന നൽകി CPMന് ഒരു വനിതാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് മാറുകയും അതൊരു ചരിത്ര നിർമ്മിതിയുടെ ഭാഗമാക്കാനായിട്ട് എല്ലാവരും കൂടി തീരുമാനിക്കുകയും ചെയ്താൽ വിഭാഗീയതയുടെ പ്രശ്നം മാറ്റിവെച്ചാൽ പോലും ചിലപ്പോൾ വൃന്ദ കാരാട്ട് CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നേക്കാം. അങ്ങനെ വന്നാൽ അത് പാർട്ടിക്ക് എങ്ങനെ ഗുണം ചെയ്യും എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വൃന്ദ കാരാട്ട് വളരെ നല്ല രീതിയിൽ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ പൊളിറ്റിക്സിൽ വളരെ നല്ല രീതിയിൽ ഇടപെടാനായിട്ട് കഴിയുന്നൊരു വ്യക്തിയാണ്. അവർക്ക് വളരെ നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ അറിയാം, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. സ്വാഭാവികമായിട്ടും അത് പാർട്ടിയുടെ ഒരു ഊർജ്ജമായിട്ട് മാറ്റാനായിട്ട് കഴിഞ്ഞാൽ അത് ഗുണകരമായിരിക്കും. പക്ഷേ ആ ഘടകങ്ങൾ മാത്രമല്ല പാർട്ടി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിശ്ചയിക്കപ്പെടുന്ന അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പാർട്ടിയുടെ ഈ ഉരുക്ക് പോലെയുള്ള ചട്ടക്കൂടിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തികളെ കൂടുതലായിട്ട് തിരഞ്ഞെടുക്കാനായിട്ടായിരിക്കും പാർട്ടിക്ക് താല്പര്യം വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ വിഭാഗീയത തീർന്നു എന്ന് പറയുമെങ്കിലും പിണറായി വിജയൻ പാർട്ടിയിലും അതുപോലെ തന്നെ സർക്കാരിലും ശക്തനാണ്. ഈ പിണറായി വിജയനോട് എതിർപ്പുള്ള കുറേ ആൾക്കാരുണ്ട്. അവർ എതിർ ശബ്ദം പുറപ്പെടുവിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ പിണറായി വിജയന് താല്പര്യമുള്ള ഒരാൾ ദേശീയ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഒരു പക്ഷേ വൃന്ദ കാരാട്ടാവും. അതല്ലെങ്കിൽ പിണറായിയോട് താല്പര്യമില്ലാത്ത ആളുകൾക്ക് ജനറൽ സെക്രട്ടറി ആയിട്ട് MA ബേബിയെ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്താമല്ലോ. അങ്ങനെയാണെങ്കിൽ MA ബേബി പിണറായിക്കെതിരെ നിൽക്കില്ലേ? അല്ല, പിണറായി വിജയനാണ് കേരളത്തിൽ ഇപ്പോഴും ഒരു പാർട്ടിയുടെ സർവാധിപതി. അതിലായിരിക്കും തർക്കമൊന്നുമില്ല. പിണറായി വിജയൻ ശക്തമായിട്ട് പറയുകയാണ് ബേബി വേണ്ട, വൃന്ദ മതി എന്ന് പറഞ്ഞാൽ വൃന്ദ കാരാട്ടായിരിക്കും CPMൻ്റെ സെക്രട്ടറി ആയിട്ട് വരാനായിട്ട് പോകുന്നത്. പിന്നെ പൊതുവേ ചർച്ച ചെയ്യപ്പെട്ട 2 പ്രധാനപ്പെട്ട പേരുകളുണ്ട്. ഒന്ന് അശോക് ധവള, മഹാരാഷ്ട്രയിലെ കിസാൻ സഭയുടെ ദേശീയ പ്രസിഡൻ്റാണ് അദ്ദേഹം. ഈ കഴിഞ്ഞ കർഷക സമരങ്ങളെല്ലാം വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യം കൊണ്ടും അതേപോലെ തന്നെ സമരോജ്വലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃപാഠം കൊണ്ടും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നാലും കൊള്ളാം എന്നുള്ളൊരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. 4ാമത്തെ പേരെന്ന് പറഞ്ഞാൽ മണിക് സർക്കാരിൻ്റെ പേരാണ്. ത്രിപുര മുഖ്യമന്ത്രിയായിരുന്നായിട്ടുള്ള മണിക് സർക്കാർ. അദ്ദേഹത്തിന് പ്രായപരിധി കഴിഞ്ഞതാണ്. പക്ഷേ ഇന്ത്യയിലെ CPMൻ്റെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പൊതു താല്പര്യം എന്ന് പറയുന്നത് അവരുടെ സംസ്ഥാനത്തു നിന്ന് ഒരാൾ ജനറൽ സെക്രട്ടറി ആവണം എന്നുള്ളതാണ്. അത്ര പ്രാദേശികമായത് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ത്രിപുരക്കാരെ കൂടി മണിക് സർക്കാരിന് വേണ്ടി ബാധിക്കുന്നു. ബംഗാളികൾക്ക് മുഹമ്മദ് സലീമിനെ കൊണ്ടുവന്നാൽ കൊള്ളാം എന്നുണ്ട്. മഹാരാഷ്ട്രക്കാർക്ക് അശോക് ധവളയെ കൊണ്ടുവന്നാൽ. കേരളത്തിൻ്റെ മുന്നിൽ 2 പേരാണ്. ഒന്ന് MA ബേബി, മറ്റൊന്ന് വൃന്ദ കാരാട്ട്. അപ്പോൾ ഇവിടെ പിണറായി എടുക്കുന്ന നിലപാടായിരിക്കും CPMൻ്റെ ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്ന തീരുമാനത്തിലേക്ക് എത്തുക. അത് ഒരുപക്ഷെ ബേബിയാകാം അല്ലെങ്കിൽ വൃന്ദയാകാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. മറ്റ് പേരുകൾ ചിലപ്പോൾ താഴ്ന്നു പോകാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും MA ബേബി വരുവാണെങ്കിൽ തുടർച്ചയായ ഒരു ഈ പറയുന്ന പാർട്ടിക്കുള്ളിലെ വിഭാഗീയത അതൊരു പുതിയ തലത്തിലേക്ക് നീങ്ങാനുള്ളതിൻ്റെ വിത്തിടൽ കൂടിയാകും. അത് ഒഴിവാക്കാൻ പിണറായി പരമാവധി ശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.